എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എ+ വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ 8ാമത്തെ പാഠമായ കൺട്രോളിങ്ങിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കുകളിലൊന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എളുപ്പത്തിൽ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമ്മുടെ ടോപ്പിക്കിലേക്ക് കൺട്രോളിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വേറൊന്നുമല്ല, കൃത്യമായി ലക്ഷ്യം മനസ്സിലാക്കി അതിലേക്ക് ആളുകളെ നയിക്കുവാൻ തക്കവണ്ണം മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലിനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അവിടെ കൃത്യമായ കൺട്രോൾ ഉണ്ടാകും. അപ്പോൾ അതിനുപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്? ടെക്നിക്സ് 2 രീതിയിലാണുള്ളത്. ഒന്ന് മോഡേൺ ടെക്നിക്സും 2 ട്രഡീഷണൽ ടെക്നിക്സും. നമ്മൾ ആദ്യം ട്രഡീഷണൽ ടെക്നിക്സ് പഠിച്ചതിന് ശേഷം മോഡേൺ ടെക്നിക്സിലേക്ക് പോവാം. ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്സാണ്. പരമ്പരാഗതമായി എല്ലാ കാലഘട്ടങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്സാണ് ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ ടെക്നിക്സിലേക്ക് കടക്കാം. 1, പേഴ്സണൽ ഒബ്സർവേഷൻ. ട്രഡീഷണൽ ടെക്നിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. എന്താ പേഴ്സണൽ ഒബ്സർവേഷൻ? മാനേജർ നേരിട്ട് എല്ലാവരെയും കാണുക, അവരിൽ നിന്ന് നേരിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, നേരിട്ട് ഈ കാര്യങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അന്നേരം സ്വാഭാവികമായും ആളുകൾ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കും, കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കും, ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കും. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇതൊരു സമയം കൂടുതൽ വേണ്ട പ്രവർത്തനമാണ്. കാരണം നേരിട്ട് പോയി നിന്ന് ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്ത്, ആയിരക്കണക്കിന് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഈ ആയിരക്കണക്കിന് ആളുകളെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏറെ സമയമെടുക്കും. അതാണ് പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നേരിട്ട് പേഴ്സണലി വ്യക്തിഗതമായ ആളുകളെ ശ്രദ്ധിക്കുക എന്നർത്ഥം. 2, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്കറിയാം. സ്റ്റാറ്റിക് അനാലിസിസ് ഇൻ ദ ഫോം ഓഫ് ആവറേജ്, റേഷ്യോ ആൻഡ് കോറിലേഷൻ. നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. മീൻ മീഡിയൻ മോഡ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്, ഈ സമയം വരെ ഇത്രയും പ്രവർത്തനം ചെയ്യണമായിരുന്നു, അത് അത്രയും ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ, അനാലിസിസുകൾ എടുത്തുകൊണ്ട് ആ അനാലിസിസിൻ്റെ പശ്ചാത്തലത്തിൽ സാധാരണ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഇത്രയും ചെയ്യണമെന്നായിരുന്നു, ഇപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും ചെയ്യണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, ഇപ്പോൾ ഇത്ര കൂടി അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കൃത്യമായി ആ വർക്ക് പ്രോഗ്രസ് ആണോ പ്രോഗ്രസ് അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൃത്യമായൊരു ഒബ്സർവേഷൻ നടത്തുമ്പം നമുക്ക് ഓരോ സ്റ്റേജിലും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എടുത്ത് അതിൻ്റെ അനാലിസിസ് നടത്താനായിട്ട് സാധിക്കും. ആൻഡ് 3rd വൺ, ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇത് സാധാരണ ഇച്ചിരി കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരാവശ്യമാണ്. ഇതും ഇനി വരാൻ പോകുന്ന ഒരല്പം കൂടെ കൂടുതലായി പഠിക്കണം. മറ്റ് 2 നമുക്ക് അറിയാവുന്ന പോലെയാണ്. പേഴ്സണൽ ഒബ്സർവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. 2ാമത്തേതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. റിപ്പോർട്ട് കൊടുക്കാൻ പറയും, ആ റിപ്പോർട്ട് വെച്ച് നോക്കി കൃത്യമായി നമ്മൾ ഇന്ന് ഇത്രയും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് നോക്കുന്നൊരു പതിവ് നമുക്കുണ്ട്. എന്നാൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇച്ചിരി വ്യത്യസ്തമാണ്. ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇസ് എ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജർ ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ cost, volume and profit. It determines the probable profit and loss at different levels of activity. The sales volume at which there is no profit or no loss is known as break-even point. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. The sales volume at which there is no profit, no loss is known as break-even point. ഒരു പെർട്ടിക്കുലർ സെയിൽസ് വോളിയം എടുക്കും. ആ പെർട്ടിക്കുലർ സെയിൽസ് വോളിയത്തിൽ നമുക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കും. ഉദാഹരണം, നമ്മുടെ എക്സ്പെൻസ് എല്ലാം കൂടെ 100 രൂപയാണ്. ഒരു സാധനത്തിന് 10 രൂപയാണ് വില ഇട്ടിരിക്കുന്നത്. വിൽക്കാൻ പോകുന്ന സാധനത്തിന് 10 രൂപയാണ് വില ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആയെങ്കിൽ 10 സാധനം വിറ്റെങ്കിൽ മാത്രമേ നമ്മുടെ ചെലവ് നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ.
ആ പോയിന്റിന് പറയുന്ന പേരാണ് ബ്രേക്ക് ഈവൻ. ബ്രേക്ക് ഈവൻ പോയിന്റ് കൃത്യമായി മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് 500 രൂപയാണെന്ന് കൂട്ടിക്കോ. 10 രൂപയാണ് സാധനത്തിന് വിലയെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്ര ആവും? 50 യൂണിറ്റ് സെയിൽസ് നടന്നെങ്കിൽ മാത്രമേ ബ്രേക്ക് ഈവൻ ആകത്തുള്ളൂ. പിന്നീട് നമുക്കുള്ളത് ലാഭമാണ്. എത്ര നമ്മൾ പിന്നീട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അത്രയും നമ്മുടെ ലാഭമാണ്. മറ്റേ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നുള്ളത്. അപ്പം ഈ പോയിന്റിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു പഠനം നടത്തുക. ഓരോ സ്റ്റേജിലും ഇത്ര യൂണിറ്റ് വിറ്റാൽ നമുക്ക് ഇത്ര രൂപ ലാഭമുണ്ട്, ഇത്ര രൂപ നഷ്ടമുണ്ട് എന്ന് പറയുന്ന ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതിൻ്റെയൊക്കെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? വിൽക്കുന്ന വില. വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്. എന്നാൽ മേളിൽ ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, താഴെ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി നമുക്ക് വേണ്ട എക്സ്പെൻസ് എത്രയാണോ അത്രയും. അതായത് നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് വരുന്നൊരു എക്സ്പെൻസ് ഉണ്ട്. എന്താണ്? നമ്മുടെ കടയുടെ വാടക. അത് ഫിക്സഡ് കോസ്റ്റാണ്. നമ്മുടെ കടയുടെ വാടക ഇത്ര രൂപയാണ്. അത് നിങ്ങളിപ്പം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അത് ഫിക്സഡ് കോസ്റ്റാണ്. വേരിയബിൾ കോസ്റ്റ് എന്താണ് നമുക്കറിയാം. വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം 1 കിലോ സാധനം ഉണ്ടാക്കാൻ 1 കിലോ അസംസ്കൃത വസ്തുക്കൾ മതി. എന്നാൽ 2 കിലോ ആക്കുവാണെങ്കിൽ 2 കിലോ അസംസ്കൃത വസ്തുക്കളാണ്. അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഫിസിക്കൽ ടു ഫിക്സഡ് കോസ്റ്റ്. വീണ്ടും ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പെർ യൂണിറ്റ്. വളരെ സിമ്പിളായിട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് അനാലിസിസ് enables the management to have a check on the variable cost and also determine the level of activity at which firms can make its targeted profit. ഏത് ലെവലിൽ വെച്ച് അവർക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാവുന്നു ആ ലെവലിന് മുകളിലോട്ട് വന്നാൽ അതിൻ്റെ തോത് എത്രയാകുമെന്നും മനസ്സിലാക്കിയെടുക്കുന്നു എന്നർത്ഥം. ഒന്നുകൂടെ സിമ്പിളായിട്ട് കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് അച്ചീവ് ചെയ്യണം. ഏറ്റവും മിനിമം ബിസിനസ് എന്താണ്? ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാതെ വരുന്ന ഒരു പോയിന്റ്. അത് നേരത്തെ അച്ചീവ് ചെയ്താൽ നമ്മുടെ കൺട്രോളിങ്ങിൻ്റെ ആവശ്യമില്ല. താമസിച്ചാണ് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ കൺട്രോളിങ്ങിൻ്റെ ആവശ്യം ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിനുള്ളിൽ നമ്മുടെ ബ്രേക്ക് ഈവൻ അറ്റൈൻ ചെയ്യണമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അത് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കൺട്രോളിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ അതിന് കൺട്രോളിങ്ങിൻ്റെ ആവശ്യം ഉണ്ട്, വളരെ ക്ലിയർ ആയിട്ട്. എന്തുകൊണ്ട്? ഇപ്പോൾ ഉദാഹരണം, ഒരു ദിവസം കൂടുതലാവുന്നിടത്തോളം നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം, നമ്മളെടുക്കുന്ന കടയ്ക്ക് ദിവസ വാടകയാണെന്ന് കൂട്ടിക്കോ. ദിവസ വാടകയാണ് എങ്കിൽ ആ ദിവസ വാടക ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോഴത്തേക്ക് സാധനത്തിൻ്റെ വില വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. 500 യൂണിറ്റ് സെയിൽ നടത്താൻ ഒരു മാസം കൊണ്ട് സെയിൽ ചെയ്താൽ 1000 രൂപ വാടക കൊടുത്താൽ മതിയായിരിക്കും. അത് 2 മാസം കൊണ്ട് വിൽക്കുന്നതിന് 2000 രൂപ വാടക കൊടുക്കും. അപ്പോഴത്തേക്ക് 500 യൂണിറ്റിൻ്റെ മണ്ടയ്ക്ക് 2 രൂപ വീതം വീണ്ടും കൂടി. അതാണ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അടുത്തത് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റ് എന്താണെന്ന് കൂട്ടുകാർക്കറിയാം. എ ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ഫോർ ദ പർപ്പസ് ഓഫ് ഒബ്റ്റെയിനിങ് എ ഗിവൺ ഒബ്ജക്റ്റീവ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ അല്ലെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അക്കത്തിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം, ഒരു പെർട്ടിക്കുലർ കാലഘട്ടത്തിലെ എക്സ്പെൻസോ ഇൻകമോ എത്ര രൂപ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നോ ഒക്കെ വരുന്ന കാര്യങ്ങൾ അതിനകത്ത് ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. ഇത്ര സാധനം ഇത്ര രൂപ എന്ന് പറഞ്ഞ് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള സാധനത്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ്
means the process of budgeting means the process of preparing budget. ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് ബഡ്ജറ്റിംഗ്. Budgetary control is a technique of controlling the activities of an organization with the help of budgets. ബഡ്ജറ്റിൻ്റെ സഹായത്തോടെ ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നു. ഇറ്റ് ഇൻവോൾവ്സ് എ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബഡ്ജറ്റ് സ്റ്റാൻഡേർഡ്. നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് അനാലിസിസ് പറഞ്ഞ പോലെ തന്നെ ഇത്ര കാര്യങ്ങൾ സെയിൽസ് നടന്നിരിക്കണം, ഇത്ര കാര്യങ്ങൾ ഇത് ചെയ്തിരിക്കണം, ബഡ്ജറ്റ് വൈസ് നമ്മൾ തയ്യാറാക്കി വെക്കും. നമ്മുടെ എസ്റ്റിമേഷനാണ്, നമ്മുടെ മുൻവിധിയോടുകൂടി നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. ഇന്ന ദിവസമാകുമ്പോൾ ഇത്ര വിൽക്കാൻ കഴിയുന്നു. അങ്ങനെ ബഡ്ജറ്റ് തയ്യാറായി കഴിയുമ്പോൾ ആ ബഡ്ജറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഇത് നീങ്ങുന്നതെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്പാരിസൺ റിവീൽസ് ദ റീസൺ ഫോർ വേരിയൻസ് ടു ടേക്ക് കറക്റ്റ് ആക്ഷൻ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. നമ്മൾ ബഡ്ജറ്റിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അറ്റൈൻ ചെയ്തില്ല എങ്കിൽ നമുക്ക് കൃത്യമായ കൺട്രോളിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കുന്നു, ഒരു മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസം ഇത്ര സെയിൽസ് നടന്നിരിക്കണം, രണ്ടാമത്തേതിനകത്ത് ഇത്ര സെയിൽസ് നടക്കും, മൂന്നാമത്തെ 10 ദിവസം കുറവായിരിക്കാം, ഇത്ര സെയിൽസ് നടക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ നോക്കും എന്തുകൊണ്ട് ഇത് ഈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് വീണ്ടും നമ്മുടെ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം പ്രധാനമായിട്ടുള്ള ബഡ്ജറ്ററി കൺട്രോൾസ്, ബഡ്ജറ്റുകൾ ഏതൊക്കെയാണെന്ന് താഴെ പറയുന്നത്. ഇത് വ്യക്തിഗതമായി നമ്മുടെയൊക്കെ കൂട്ടുകാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്ന്, സെയിൽസ് ബഡ്ജറ്റ്. ഞാനിപ്പോൾ അതിന് ഉദാഹരണമാണ് പറഞ്ഞത്. ഏകദേശം എത്ര സെയിൽസ് നടക്കും, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് what an organization expect to sell in terms of quantity as well as value. ഇത്ര ക്വാണ്ടിറ്റി, ഇത്ര കിലോ അരി, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ എന്ന് പറയുന്ന ബഡ്ജറ്റ് ഉണ്ടാകും. ഇത്ര സെയിൽസ്, അത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സഹായിക്കും. അതിൽ കുറഞ്ഞ സെയിൽസ് നടക്കുകയാണെങ്കിൽ ഉടനടി ഇടപെട്ട് എന്താണ് അതിൻ്റെ പിന്നിലെ കാരണമെന്ന് അന്വേഷിച്ച് അതിനനുസരിച്ച് പഠന വിധേയമാക്കാനായിട്ട് സാധിക്കും. അല്ല, നേരെ മറിച്ച് എമൗണ്ട് ആണ് എങ്കിൽ ഇത്ര രൂപ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം വരുമാനം വരണമായിരുന്നു. ചിലപ്പം സാഹചര്യത്തിനനുസരിച്ച് പ്രൈസ് കൂട്ടി വിൽക്കാൻ പറ്റും. അന്നേരം നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി മാത്രമായിരിക്കത്തില്ല, പ്രൈസ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. ഒരു പർട്ടിക്കുലർ കാലയളവിൽ ഇത്ര പ്രൊഡ്യൂസ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞ് നേരത്തെ ഒരു ബഡ്ജറ്റ് അങ്ങ് തയ്യാറാക്കി വെക്കുക. അത്രയും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുക, പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുക. അതാണ് ബഡ്ജറ്റ്. മെറ്റീരിയൽ കൺട്രോൾ. എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ റിക്വയർ ഫോർ പ്രൊഡക്ഷൻ. ക്വാളിറ്റി അല്ല, ക്വാണ്ടിറ്റിയാണ്. അതിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ. എത്ര സാധനങ്ങൾ വേണം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ മാത്രമല്ലല്ലോ അതിനകത്ത് ആവശ്യം. മെഷീൻ വേണം, മെൻ വേണം, ഒക്കെ വരും പ്രൊഡക്ഷനകത്ത്. പക്ഷേ മെറ്റീരിയൽ എത്ര വേണം, എത്ര ക്വാണ്ടിറ്റി സാധനം വേണം ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. എത്ര ക്വാണ്ടിറ്റി ആളിനെ വേണമെന്നല്ല, എത്ര ക്വാണ്ടിറ്റി സാധനം വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. അടുത്ത ക്യാഷ് ബഡ്ജറ്റ്. ആൻറ്റിസിപ്പേറ്റഡ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫ്രം ദ ബഡ്ജറ്റ് പീരീഡ്. എത്ര രൂപ വരാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ, എത്ര രൂപ പോകാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ. അതായത് എങ്ങനെയാണ് പൈസ വരുന്നത്, കച്ചവടം നടത്തി അതിൻ്റെ ലാഭം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻഡ്യൂസ്, അങ്ങനെ എത്ര രൂപ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ പോകുന്നത്, സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ പൈസ കൊടുക്കുന്നു, മറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി സാലറി മുതലായ എക്സ്പെൻസ്, റെൻറ്റ് മുതലായ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമ്മൾ പൈസ കൊടുക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായൊരു ബഡ്ജറ്റ് ചെയ്യുക. ഇതിൽ കൂടുതൽ സാലറി കൂടുതൽ കൊടുത്തു, അതെങ്ങനെ വന്നു, അതിനെ കൃത്യമായി ഒബ്സർവ് ചെയ്യുമ്പം നമുക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. റെൻറ്റ് കൂടുതൽ കൊടുത്തേക്കുന്നു, അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറയുന്ന രീതിയിൽ ഓരോന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ക്യാപിറ്റൽ ബഡ്ജറ്റ്. എസ്റ്റിമേറ്റഡ് സ്പെൻഡിങ് ഓൺ മേജർ ലോങ് ടേം അസറ്റ്സ് ലൈക്ക് ന്യൂ ഫാക്ടറി, മേജർ എക്യുപ്മെൻറ്റ്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഈ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് പുതിയ ഒരു അസറ്റ് കൂടെ വാങ്ങണം എന്ന് തീരുമാനമെടുത്തു. അതിന് ഇത്ര ലക്ഷം രൂപ മാറ്റിവെച്ചു. അതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ക്യാപിറ്റൽ ബഡ്ജറ്റ് കൺട്രോളിനകത്ത്. ആൻഡ് 6.1 റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്.
എസ്റ്റിമേറ്റഡ് സ്പെൻഡിങ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓർ റിഫൈൻമെൻറ്റ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്. നമ്മൾ എന്ത് കാര്യം പ്രൊഡ്യൂസ് ചെയ്താലും അതിന് പുതിയ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കണം. ഉദാഹരണം നിങ്ങൾക്ക് എളുപ്പം അറിയാം. മാരുതിയുടെ ഏത് വണ്ടി നല്ല ടാർഗറ്റ് സെയിൽസ് അറ്റൈൻ ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ അതുകൊണ്ട് അവർ സംതൃപ്തരാകാറില്ല. മറിച്ച് അവർ തൊട്ട് പുറകെ അടുത്ത ഡിസൈൻ ഇറക്കും. ഒരു പെർട്ടിക്കുലർ സെയിൽസ് കഴിയുമ്പോൾ അവർ അടുത്ത സാധനത്തിൻ്റെ ഡിസൈൻ ഇറക്കി പുതിയ വാഹനം ഇറക്കും. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി റിസർച്ച് വർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള നല്ല കമ്പനികളുടെ സെറ്റിങ്സിൽ നടക്കും. അങ്ങനെ നടക്കുന്നതിന് വേണ്ടി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കും. അതിന് എത്ര രൂപ ചിലവാകും? ശരി, ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആളുകൾക്ക് വിദേശത്ത് പോകേണ്ടി വരും. അപ്പോൾ വിദേശത്ത് പോകുന്നതിന് എത്ര രൂപ എക്സ്പെൻസ്? ഇങ്ങനെ ഓരോന്നും തയ്യാറാക്കി വരും. അപ്പോൾ ഇങ്ങനെ ന്യൂമറിക്കലി, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ന്യൂമറിക്കലി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് തയ്യാറാക്കി വയ്ക്കുമ്പോൾ അതിനെന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ബഡ്ജറ്ററി കൺട്രോളും ക്രിട്ടിക്കൽ പോയിന്റ് ബ്രേക്ക് ഈവൻ അനാലിസിസും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബഡ്ജറ്ററി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസോടെ നമുക്കൊന്ന് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ബഡ്ജറ്ററി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ് എന്തുകൊണ്ട് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ ഫോളോ ചെയ്യണമെന്നാണ് ഇതിനകത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ബഡ്ജറ്ററി കൺട്രോൾ ഗൈഡ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. മാനേജ്മെൻറ്റിന് പ്ലാൻ ചെയ്യാനും പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. ആദ്യം ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫുൾ പ്ലാനിങ് തയ്യാറാക്കാൻ സാധിക്കും. ഇറ്റ് ഫെസിലിറ്റേറ്റ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ബൈ ഐഡൻറ്റിഫൈങ് ഏരിയാസ് വിച്ച് റിക്വയർ സ്പെഷ്യൽ അറ്റൻഷൻ. പ്രത്യേക ശ്രദ്ധ വരുത്തേണ്ട ഏരിയ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി മാനേജ്മെൻറ്റിന് കൂടുതൽ അതിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. It results the coordinated effort of an individual and departments of the organization. ആളുകൾ തമ്മിലുള്ള കോർഡിനേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള കോർഡിനേഷൻ കറക്റ്റാണ്. കാരണം ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര രൂപ ഇന്നതിന് കൊടുക്കണം, ഇത്ര രൂപ ഇന്നതിന് കൊടുക്കണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര രൂപ കൊടുക്കണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനകത്ത് ഇത്ര രൂപ കൊടുക്കണം. ഇത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം വളരെ വ്യക്തമായ കോർഡിനേഷൻ അവർ തമ്മിൽ നടക്കും. നമ്മുടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ആലോചിക്കണം. അങ്ങനെ ഒരു കോർഡിനേഷൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നു. അത് വെച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. ഈ ബഡ്ജറ്റ് മാനേജർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നല്ലൊരു കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് നടക്കും. ഇറ്റ് എയിംസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ത്രൂ കോസ്റ്റ് കൺട്രോൾ ആൻഡ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നിങ്ങൾ വായിക്കാൻ വേണ്ടി ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് നിർത്തി തരുന്നത് പോലും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. യഥാർത്ഥ സാധനങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് എ ഗുഡ് ഗൈഡ് ടു ദ മാനേജ്മെൻറ്റ് ഫോർ മേക്കിംഗ് ഫ്യൂച്ചർ പ്ലാൻ. ഭാവിയിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കാൻ വളരെ കൃത്യമായി നമ്മളെ സഹായിക്കും. ഇറ്റ് മിനിമൈസ് വേസ്റ്റേജസ് ആൻഡ് യൂസസ് ആൻഡ് ലോസസ് ആൻഡ് ഹെൻസ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ നേരത്തെ നാലാമത് പറഞ്ഞതിന് ഇച്ചിരി വൃത്തിയായിട്ട് ഇറ്റ് വിൽ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ആവശ്യമില്ലാതെ സാധനങ്ങൾ മിസ്യൂസ് ചെയ്യാതിരുന്നാൽ നമുക്ക് റോ മെറ്റീരിയൽ സഫിഷ്യൻ്റ് ആവും. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വീണ്ടും കേൾക്കണം, വീണ്ടും കേൾക്കണം. കാരണം ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ്. 3 മാർക്കോ 5 മാർക്കോ 8 മാർക്കോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതും ഇതിന് തൊട്ട് പുറകിൽ വരുന്ന മോഡേൺ ടെക്നിക്സും കൂട്ടുകാർ വീണ്ടും കേൾക്കണം. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.